ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തല ഉയർത്തി തുടക്കം. കരുത്തരായ ഗോവയെ തകർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് സീസൺ അവസാനിപ്പിച്ചു. തുടർച്ചയായ 6 മത്സരങ്ങളിൽ തോൽവി അറിയാതെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ കൊച്ചിയിൽ പൂർത്തിയാക്കി. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരം കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം. മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിച്ച് പാതി വഴിയിൽ മടങ്ങിപ്പോയ ആരാധകർ അവസാന മത്സരത്തിൽ ഗാലറിയിലെത്തി. എതിരാളികൾ ഗോവ FC. മടങ്ങിയെത്തിയ ആരാധകർ നൽകിയ ആവേശകരമായ അന്തരീക്ഷത്തിൽ നടന്ന പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം. സീസൺ ലാസ്റ്റ് 6 കളി അടിപൊളി കളിയായിരുന്നു. ഒന്നും പറയില്ല. ഇന്നത്തെ കളി വളരെ ഗംഭീരമായിരുന്നു, വളരെ ഇതായിരുന്നു. ഞാനൊക്കെ ഞങ്ങളെപ്പോലുള്ള ആഗ്രഹിച്ച ഒരു വിജയം തീർച്ചയായിട്ടും കിട്ടി. വലിയ സന്തോഷം. ഫാലോടെ ഗോൾ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. പിന്നെ എൻ്റെ ഗോൾ കണ്ടപ്പോൾ രസമായി. പിന്നെ ഇവരെ ഫസ്റ്റായിട്ട് കെവിൻ ജോക്ക് ഗോൾ അടിക്കണം നീ എല്ലാവരും ആഗ്രഹിച്ചു. നല്ല ആഗ്രഹം ഉണ്ടായി. കരുത്തരായ ഗോവ FCയെ 2-1 കൊമ്പന്മാർ തളച്ചത്. വമ്പൻ പോരാട്ടത്തിൽ ആദ്യ പകുതി ഗോൾ രഹിതം. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ 48-ാം മിനിറ്റിൽ കൊച്ചിയെ ഇളക്കിമറിച്ച് ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഗോൾ നേടി. താരം കെവിൻ യോക്ക്. ISL-ൽ നിരവധി ഗോളുകൾക്ക് വഴിയൊരുക്കിയ യോക്കിന്റെ ആദ്യ ഗോൾ കൂടിയായിരുന്നു ഇത്. എന്നാൽ 62-ാം മിനിറ്റിൽ ഗോവ സമനില പിടിച്ചു. മത്സരം സമനിലയിൽ കലാശിക്കുമെന്ന സംശയത്തിനൊടുവിൽ 81-ാം മിനിറ്റിൽ വിജയ ഗോൾ പിറന്നു. ഫ്രാഞ്ചോ എടുത്ത കോർണർ കിക്ക് ഫാലോ ലക്ഷ്യത്തിലെത്തിച്ചതോടെ സ്റ്റേഡിയം വീണ്ടും ആവേശത്തിലായി. അവസാന നിമിഷങ്ങളിൽ സമനിലയ്ക്കായുള്ള ഗോവയുടെ കഠിന ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം പരാജയപ്പെടുത്തി. ഗോവയെ മലർത്തിയടിച്ചതോടെ തുടർച്ചയായ 6 മത്സരങ്ങളിൽ തോൽവി അറിയാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ പൂർത്തിയാക്കിയത്. ബ്ലാസ്റ്റേഴ്സിന്റെ അടി കിളിയിലായിരുന്നു. ഇനി അടുത്ത വർഷം കളി ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും നന്നായിട്ട് കളിക്കാം. ലൂണയും നോയും കൂടെ വന്ന സെറ്റ് ആയിരിക്കും. നമ്മുടെ ഫുട്ബോളിന് നല്ലൊരു ബൂസ്റ്റിംഗ് ആണ് അത്. അടുത്ത വർഷം നല്ല ടീമിനെ റിക്രൂട്ട് ചെയ്ത് പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്തിട്ട് നല്ല ടീം വരട്ടെ. ജനം, കൊച്ചി.